ഇസ്ലാമിക തീവ്രവാദികൾ തങ്ങളുടെ അജപാലന പ്രവർത്തനങ്ങൾക്ക് നിരന്തരമായി ഭീഷണി സൃഷ്ടിക്കുകയാണെന്ന് രാജ്യത്തെ എൻറ്റാലി ബിഷപ്പ് മാർട്ടിൻ അഡ്ജൌ മൗമോയിനിന്റെ വെളിപ്പെടുത്തൽ. നൈജീരിയയുടെ അതിർത്തിക്കടുത്തുള്ള ബെനിനിയിലെ ഗ്രാമം സെപ്റ്റംബർ 10 പുലർച്ചെ സായുധരായ ജിഹാദി തീവ്രവാദികൾ ആക്രമിച്ചതായി ബിഷപ്പ് മാർട്ടിൻ അഡ്ജൌ പറഞ്ഞു. പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും വീടുകളിൽ അതിക്രമിച്ച് കയറുകയും മോഷണം നടത്തുകയും സാധാരണക്കാരെ തട്ടിക്കൊണ്ടുപോയതായും ബിഷപ്പ് വെളിപ്പെടുത്തി. കഴിഞ്ഞ മാസം ഒരു കത്തോലിക്ക വിശ്വാസി തട്ടിക്കൊണ്ടുപോയവരുമായി ഈ സംഘത്തിന് ബന്ധമുണ്ടെന്നാണ് കരുതുന്നതെന്ന് ബിഷപ്പ് പറഞ്ഞു. നൈജീരിയൻ ഇസ്ലാമിക തീവ്രവാദികൾ വളരെ കാലമായ രൂപതയിൽ പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ ഭീകരത പടർത്തിക്കൊണ്ടുവരികയാണ്. ഗ്രാമങ്ങളിലെ അജപാലന പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുവാൻ തങ്ങൾ നിർബന്ധിതരായി എന്നും നഗരത്തിലും ഭീകരർ ഭീതി വിതയ്ക്കുന്നുണ്ടെന്നും ബിഷപ്പ് പറഞ്ഞു. തന്റെ രൂപതയിലെ വൈദികരോട് പകൽ സമയങ്ങളിൽ മാത്രം ആരാധനകൾ നടത്തുവാൻ താൻ ആവശ്യപ്പെട്ടതിന് കാരണം രാത്രിയാകുന്തോറും അരക്ഷിതാവസ്ഥ വർദ്ധിക്കുന്നത് കൊണ്ടാണെന്നും ബിഷപ്പ് മാർട്ടിൻ അഡ്ജൌ പറയുകയുണ്ടായി. ബൊക്കോ ഹറാമുമായി ബന്ധമുള്ള നൈജീരിയൻ ജിഹാദികൾക്ക് നിലവിൽ സാമ്പത്തിക ലക്ഷ്യങ്ങളുണ്ടെന്നും അവർ ഗ്രാമങ്ങൾ കൊള്ളയടിക്കുകയും മോചനദ്രവ്യത്തിനായി ആളുകളെ ബന്ദികളാക്കുകയും സുവിശേഷം പ്രഘോഷിക്കുന്നത് തടയുമെന്നും അവർ നിരന്തരം ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്നും ബിഷപ്പ് വെളിപ്പെടുത്തി. ആഫ്രിക്കയിൽ ഏറ്റവുമധികം ക്രൈസ്തവർ കൊല്ലപ്പെടുന്ന രാജ്യമാണ് നൈജീരിയ. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.